നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ കൂട്ടവിചാരണയ്ക്കിടയാക്കി ഒടുവിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ആ ഒരു ക്രൂരതയ്ക്ക് ഇന്നും അതിൻ്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ പലതരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. കോളേജിലടക്കം ഈ പ്രതികളായി നിൽക്കുന്ന SFI പ്രവർത്തകരുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള വമ്പന്മാരുടെ നീക്കങ്ങളാണ് നടക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും തൻ്റെ മകൻ്റെ ജീവൻ ഇത്രയേറെ ക്രൂരമായി എടുത്ത ആ ഒരു വിദ്യാർത്ഥികൾക്കെതിരെ, വിദ്യാർത്ഥികളെന്നവരെ വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല, ആ ഒരു രാക്ഷസന്മാർക്കെതിരെ തൻ്റെ പോരാട്ടം ശക്തമായി തന്നെ തുടരും എന്നുള്ള സൂചനയാണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറയുന്നത്. അദ്ദേഹം നെഞ്ചുപൊട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഓരോ മാധ്യമത്തിന് നൽകുന്ന വാർത്തകളും നമ്മൾ കേൾക്കുന്നത്. എന്തൊക്കെ വന്നാലും തളരില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ക്രൂരന്മാരുടെ ഭാഗത്ത് നിൽക്കുന്നത് എത്ര വലിയ വമ്പന്മാരായാലും അവർക്കെതിരെ തൻ്റെ പോരാട്ടം തുടരും. എന്ത് വന്നാലും തിരിച്ചു താൻ പോകത്തില്ല. തൻ്റെ ജോലിയും മറ്റും വിദേശത്താണ്. എന്നിരുന്നാലും പെട്ടെന്നൊരു പോക്കുണ്ടാകില്ല. ഇവർക്കൊരു തൂക്കുകയർ അല്ലെങ്കിൽ ആദ്യത്തെ 1, 2, 3 പ്രതികൾക്കൊക്കെ തന്നെ തൂക്കുകയർ വാങ്ങിക്കൊടുക്കാതെ തനിക്ക് ഉറക്കമില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഈ ഒരു അച്ഛൻ. തൻ്റെ വാക്കുകളിൽ ആ ഒരു ഉറപ്പ് അല്ലെങ്കിൽ വാക്കുകളിൽ ആ ഒരു സ്വരം നമുക്ക് കേൾക്കാമെങ്കിലും ഉള്ളിൽ നെഞ്ചുപൊട്ടിക്കൊണ്ടാണ് ആ അച്ഛൻ പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മലയാളി വാർത്തയിൽ വന്നിരുന്നു. അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. വളരെ കറക്റ്റാണ്. അതുകൊണ്ടാണല്ലോ ആദ്യം തന്നെ ആ കുട്ടികൾ വന്ന് എന്നോട് പറയുമ്പോഴിങ്ങനെ പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞാൽ സിഞ്ചോ തല വെട്ടു എന്ന് പറഞ്ഞ അങ്കിളേതാ. കറക്റ്റാണ്. ഇപ്പോൾ പറഞ്ഞത് താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. കഴുത്തിൽ തല കാണില്ല എന്ന് പറഞ്ഞാൽ. അവിടെ പഠിച്ച 200 കുട്ടികളുടെയും മാതാപിതാക്കൾ ആ കുട്ടികൾ ഒരുപക്ഷെ ഭയം കൊണ്ട് ഉപദേശിക്കും. മക്കളെ അറിയാമെങ്കിൽ പോലും ഒന്നും പുറത്തു പറയരുത്, നിങ്ങളുടെ ജീവനാണ് ഞങ്ങൾക്ക് വലുത്. അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ പരാജയം. ഇനി വളർന്നു വരേണ്ട സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. വളർന്നു വരേണ്ട സമൂഹത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ എങ്ങനെ വിജയിച്ചു വരും, ജീവിതത്തിൽ എങ്ങനെ വിജയിച്ചു വരും, അതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഈ 200 കുട്ടികളെന്ന് പറഞ്ഞാൽ 200 കുട്ടികളല്ലല്ലോ, അവർ ശരിക്കും മരവാഴകളെ പോലെ വളർത്തി വയ്ക്കണേല്ലേ. അവർക്ക് വളർത്തിയിട്ട് മൃഗങ്ങളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യം അവർ മൃഗങ്ങളെ ചികിത്സിച്ചിട്ട്? അവർക്ക് സമൂഹത്തിൽ പ്രതികരിക്കാനുള്ള ശക്തിയില്ല, അല്ലെങ്കിൽ മുമ്പ് നടക്കുന്ന അഴിമതി ശക്തിയില്ല. ഒരുത്തനെ നടു റോഡിൽ വെച്ചിട്ട് ഒരുത്തനെ പട്ടിയെ കൊല്ലുമ്പോൾ നടു റോഡിൽ വെച്ച് ഒരു റൂമിനകത്തിട്ട് അടിച്ച് കൊന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും. നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പൂച്ചക്കുട്ടി അല്ലെങ്കിൽ ഒരു പട്ടിയെ ഒരാൾ അടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അടിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഉടനെ പ്രതികരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോട്ടോ തന്നെ എടുത്ത് എടുക്കും, അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് അവനെ പേടിപ്പിക്കാൻ തുടരുന്നു. 200 കുട്ടികളിൽ ഒരാൾ പോലും ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ പകർത്തിയില്ല എന്ന് പറയുന്നത് ദുരൂഹമല്ല. അല്ല, പകർത്തിയില്ല എന്ന് പറയുന്നത് ദുരൂഹമാണ്. അതിന് പകർത്തിയിട്ടുണ്ട്, അത് കാണിച്ചില്ല എന്ന് പറയുന്നത് ദുരൂഹം. പലരുടെയും ഇതിൽ പകർത്തിയിട്ടുണ്ട്. അതിനുള്ള വ്യക്തമായിട്ടുള്ള നമുക്ക് മുമ്പ് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ എല്ലാവരുടെയും ഫോൺ പോലീസ് ശേഖരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ തെളിവ് കിട്ടി. അതിൽ ഒരു പക്ഷേ എന്നല്ല, അതിൽ ഏകദേശം 90%, 99% വിവരം കിട്ടുമായിരുന്നു. എല്ലാവരുടെ ഫോണും സറണ്ടർ ചെയ്തിട്ട് എല്ലാവരുടെ ഫോണും ചെക്ക് ചെയ്തിരുന്നെങ്കിൽ അന്വേഷണം വേണം എന്നുള്ള രീതിയിൽ, അല്ലാതെ സത്യം കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അന്വേഷിച്ചെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇവരെല്ലാവരും ഫോൺ വാങ്ങും. എല്ലാവരും ഫോൺ വാങ്ങിയിട്ട് അവരെല്ലാവരും ആരെയും വീട്ടിൽ വിടൂല. എല്ലാവരും ഇവിടെ നിൽക്കാൻ പറയും. ആരും ഹോസ്റ്റലാണെങ്കിൽ ഹോസ്റ്റലിൽ, ആരും പുറത്തു പോകില്ലേ. അങ്ങനെയൊക്കെയാണ് ഒരു അന്വേഷണം ഇവർ കോർഡിനേറ്റ് ചെയ്യണത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സംഭവം നടന്നെങ്കിൽ ഉടനെ ഹോസ്റ്റലിൽ വന്നിട്ട് അല്ലെങ്കിൽ സംഭവ സ്ഥലത്ത് വന്നിട്ട് ആരെയും പുറത്ത് പോകില്ലേ, സീൽ ചെയ്യുക, നിങ്ങളുടെ ഫോണോ നിങ്ങൾക്കുള്ള ഡാറ്റകളോ അതൊക്കെ ചെയ്തിട്ട് വേണം. അങ്ങനെ വേണം കോർഡിനേറ്റ് ചെയ്യാൻ ഒരു അന്വേഷണം പറ്റാം. എനിക്കറിയാമെന്നുള്ള അങ്ങനെയാണ്. ഇത് സംഭവം നടന്നു എല്ലാവരും പറഞ്ഞ് വീട്ടിലോട്ട് വയ്ക്കുമോ, അവിടെ ആരും നിൽക്കല്ലേ. ബാക്കി അവിടുത്തെ രാത്രി ആണെങ്കിൽ പകലാണെങ്കിൽ ആ സമയത്ത് ബാക്കിയുള്ളവരെ നിർത്തിയിട്ട് റൂം വൃത്തിയാക്കുന്നു, കാര്യങ്ങൾ വൃത്തിയാക്കുന്നു, അവരെ കൊണ്ടുപോയ സ്ഥലങ്ങൾ തെളിവ് നശിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോഴും നടന്ന കാര്യങ്ങൾ പുറത്തറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. CBI അന്വേഷണം വൈകുന്ന കാര്യം എന്തോന്നാ, എത്രത്തോളം വൈകുന്നു അത്രത്തോളം ഇവർക്ക് ഓരോരുത്തരെ കണ്ടുപിടിച്ച് ഇവരുടെ ഡാറ്റകളും അല്ലെങ്കിൽ ഇവരുടെ ഫോണിലുള്ള കാര്യങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കാം. 10-200 കുട്ടികളുണ്ട്, എല്ലാവരെയും കണ്ടുപിടിച്ച് ഇവർക്ക് ചെയ്യണമല്ലോ. ഒരു അപകടം എന്നൊക്കെ പറയുമ്പോൾ സെക്കൻഡുകൾ കൊണ്ടൊരു മനുഷ്യൻ മരിക്കുന്നു, അത് ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ പെട്ടെന്നൊരു കുടുംബത്തിന് കഴിഞ്ഞേക്കാം. പക്ഷേ ഇവിടെ സിഞ്ചോ ജോൺസൺ എന്ന കൊടും ക്രിമിനൽ സിദ്ധാർത്ഥൻ്റെ കണ്ടനാളത്തിലേക്ക് വിരൽ കുത്തിയിറക്കി പിന്നീട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത തലത്തിൽ സിദ്ധാർത്ഥൻ എത്തിയെന്ന റിപ്പോർട്ടുകൾ കണ്ടു. കാശിനാഥൻ ഒരു ലഹരിക്കടിമയായ പോലെ പെരുമാറി, അത്തരം റിപ്പോർട്ടുകൾ കണ്ടു. അതിക്രൂരമായി മർദ്ദിച്ച ചില വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കണ്ടു. ഇതൊക്കെ കണ്ട് കൈകൊട്ടിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ വാർത്ത കാണുന്നു.
എങ്ങനെ ഇതൊക്കെ ഒരമ്മ എന്ന നിലയിൽ ഷീബയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു? ഇതേക്കുറിച്ച് ഷീബ അറിയുന്നുണ്ടോ? ഈ വാർത്തകൾ കാണുന്നുണ്ടോ? ഇങ്ങനത്തുള്ള ഈ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ പലതും അവൻ്റെ അമ്മയ്ക്ക് അറിയില്ല. വാർത്തകൾ കാണാറില്ല, വാർത്തകൾ നമ്മൾ കാണിക്കാറില്ല. കാര്യം അവിടെ നടന്ന ടി വി വാർത്തകളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ കാണിക്കാറില്ല. വീട്ടിൽ ടി വി വെക്കാറില്ല. അല്ലെങ്കിൽ അവൻ്റെ അമ്മ ഉറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച്, അല്ലെങ്കിൽ നമ്മൾ വളരെ സൗണ്ട് കുറച്ച് മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട്, ന്യൂസിൽ എന്തുണ്ട് അല്ലെങ്കിൽ ഇന്ന് പറയുന്നു അതറിയാനായിട്ട് വയ്ക്കുന്നുള്ളൂ. അവൻ്റെ അമ്മയ്ക്ക് അവിടെ നടന്നിട്ടുള്ള പകുതി കാര്യങ്ങളും അറിയില്ല. അറിഞ്ഞാൽ താങ്ങാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ റാഗിങ്ങിലോട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. റാഗിങ്ങിലോട് പറഞ്ഞ് അവർക്കെന്തോ കയ്യബദ്ധം പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക. പക്ഷേ ഇത്രയും 3 ദിവസം തുടർച്ച ഇതൊന്നും അറിയില്ല. 3 ദിവസം അവനെ റാഗ് ചെയ്തു, 3 ദിവസം അവരെ റൂമിലുണ്ടായിരുന്നു എന്ന് മാത്രമേ അറിയാം. ചെയ്തിട്ടുള്ള ക്രൂരതയൊന്നും അറിയില്ല. ഇത്രത്തോളം അവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇതുവരെയ്ക്കും അറിയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങില്ല, നമുക്കറിയാം. കാരണം ആർക്ക് താങ്ങാം? ഞാൻ തന്നെ അത് ഉൾക്കൊണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസം എടുത്ത് ഉൾക്കൊണ്ടായിരുന്നു. ഈ പറയുമ്പോൾ ആ സിൻജോ ജോൺസൺ കണ്ണനാളത്തിൽ പോയി കുത്തിപ്പിടിച്ച് ചവിട്ടിപ്പിടിച്ച് പൊട്ടിച്ചു എന്ന് പറയുമ്പോഴേ നമുക്കൊന്ന് ആലോചിച്ച് നോക്കും. അത് മനുഷ്യനായിട്ടുള്ള സഹിക്കുമോ? അത് അച്ഛനാവട്ടെ അമ്മയാവട്ടെ അല്ലെങ്കിൽ കണ്ടോണ്ടിരിക്കണാവട്ടെ ആർക്കും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ്, ഇത്രയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പം താങ്കൾ പറഞ്ഞ മാതിരി ഒരു ചെറിയൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വലിയ ആക്സിഡൻറ്റോ ഒരു എന്താ പറയുക, ഒരു അസുഖം വന്നതിനെങ്കിലും ആരുടെയും മക്കളെ മരണം നമുക്ക് സഹിക്കാൻ പറ്റില്ല. എന്നാൽ പോലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ പൊരുത്തപ്പെട്ടു പോകും. ഇതുപോലെ ഒരു അരമണിക്കൂറോട് സംഭവിച്ചത്. സിന്ധുവിൻ്റെ സഹോദരൻ്റെ സ്ഥിതി എന്താണ്? സിന്ധുവിൻ്റെ അവന് 2-3 ദിവസം അവൻ ആരോടും ഒന്നും മിണ്ടില്ലായിരുന്നു. അവനൊന്ന് കരഞ്ഞെങ്കിൽ, ആരെങ്കിലും ഒന്ന് കരഞ്ഞെങ്കിൽ മതിയായിരുന്നു. അവനൊന്നും കരയില്ല, ഒന്നും ചെയ്യില്ല. ഒരേ ഇരിപ്പിരിക്കും. അവൻ ആ എക്സാം സമയമായിരുന്നു അപ്പോഴേ, ബോർഡ് എക്സാം, ഇതിൻ്റെ CBSE ഈ സംഭവം. അവൻ്റെ അടക്കം കഴിഞ്ഞ് അവൻ്റെ സംസ്കാരം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ്റെ 3 ദിവസം കഴിഞ്ഞിട്ട് എക്സാം തുടങ്ങുന്നത്. എക്സാം തുടങ്ങി, എക്സാമിന് അവൻ അറ്റൻഡ് ചെയ്തു. റിസൾട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ എങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ല. അവന് ടെസ്റ്റ് എടുത്ത് നോക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ നമ്മളെങ്ങനെ പറയും അവനോട് പഠിക്കാനായിട്ട്? അവനാ ചടങ്ങുകൾ ചെയ്തത്. ഏറ്റവും ദുഃഖം അതാണ്. അവ സംസ്കരിക്കാനുള്ള ചടങ്ങുകളും കുള്ളി വെച്ചതും എല്ലാം സിദ്ധാർത്ഥൻ്റെ അനിയനാണ്. എന്നിട്ട് അവൻ ചെന്നിട്ട് 3-ാമത്തെ ദിവസം അവൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയത്. എങ്ങനെ അവൻ സമാധാനിപ്പിക്കും? അവൻ്റെ ടീച്ചേഴ്സ് വരെ അവൻ ക്ലാസ്സിലോട്ട് പോയപ്പോൾ കരഞ്ഞു പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. അവൻ ക്ലാസ്സിലോട്ട് കയറി പോയപ്പോഴേ ആരും റിക്കവറായിട്ട് ഇതുവരെയ്ക്ക് വന്നിട്ടില്ല. 1 മാസം വരെ ആയിട്ടില്ലല്ലോ. 1 മാസം വരെ കഴിഞ്ഞു. അതിൽ നിന്നും ആ ഷോക്കിൽ നിന്ന് വന്നിട്ടില്ല. ശരിക്കും മരിച്ചു പോകണമെന്നുണ്ട് അങ്ങനെ വിശ്വസിക്കാന്നുണ്ടെങ്കിൽ വിശ്വസിക്കാം. അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആണെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, അതാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് പൊരുത്തപ്പെട്ടു പോകാം. ഈ 3 ദിവസം വരെ എന്താ പറയുക, അങ്ങ് തിരിച്ച് ഗൾഫിലേക്ക് മടങ്ങാനുള്ള അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ആലോചിച്ചോ? എനിക്ക് എൻ്റെ ജോലി അവിടെയാണ്. അവിടെ നിന്നാണ് ഞാൻ വന്നത്. എന്നാലും തിരിച്ച് അങ്ങനെ പെട്ടെന്ന് മടങ്ങി ജോലിക്ക് അവിടെ തന്നെ പോയേ പറ്റുള്ളൂ. പെട്ടെന്ന് മടങ്ങി പോകാനും ഉദ്ദേശിക്കുന്നില്ല. കാര്യം അത് ഭാര്യ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത് മാത്രമല്ല, അത് നോക്കാനായിട്ട് ചിലപ്പോൾ ഇവിടെ അവിടെ ബന്ധുക്കളോ കാര്യങ്ങളോ കാണും. അതല്ല എൻ്റെ പ്രധാനം. ഇത് ചെയ്തവന്മാർക്ക്, ഈ ചെയ്തവരാരാണോ, ഈ കൊലപാതകം ചെയ്ത SFI എന്നുള്ള ഈ ക്രിമിനൽ സംഘടന, ഈ നക്സൽ സംഘടനയിൽപ്പെട്ടവരും പിന്നെ ബാക്കിയുള്ള ചെയ്തിട്ടുള്ള കുറ്റവാളി ക്രിമിനൽസിനെയെല്ലാം, ഈ ഭീകര സംഘടനയിൽ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെയെല്ലാം എനിക്ക് ഇപ്പം വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തൂക്കിക്കൊള്ളുന്നത് വളരെ കുറവാണ്. വിധിച്ചു കഴിഞ്ഞാലും എനിക്കറിയാം കുറഞ്ഞ പക്ഷം ഒരു നീതിപീഠത്വം പറയും യവന്മാരെ ഒരു 5-6 പേരെങ്കിലും 2-3 പേരെങ്കിലും വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ള ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അപൂർവങ്ങളിൽ അത്യപൂർവം ഉണ്ടെങ്കിൽ വധശിക്ഷ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇതിനപ്പുറം എന്ത് അത്യപൂർവമാണ് വേണ്ടതെന്നുള്ളത് ഞാൻ നീതിപീഠത്തിനോട് പറയുമ്പോൾ ചോദ്യം ചോദിക്കണമല്ല, എനിക്ക് അറിഞ്ഞാത്തോണ്ട് ചോദിക്കുക. ഇതിനപ്പുറം എന്ത് അത്യപൂർവമാണ് വേണ്ടത്? കണ്ടനാളത്തിൻ്റെ നട്ടല് വരെ അവനെ ചവിട്ടി പൊട്ടിച്ച് എന്ന് പറയുമ്പോഴേ നീ എഴുന്നേറ്റ് നിൽക്കേണ്ട, ഒറ്റ നട്ടലുള്ള മനുഷ്യനാണ് അവൻ. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബോൾഡായിട്ടുള്ള തീരുമാനം എടുക്കണം. അതുവരെ ഇവന് 3 ദിവസം ആഹാരം കൊടുക്കാതെ ചവിട്ടി പൊട്ടിച്ച് വെള്ളം പോലെ ഇറങ്ങാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ അവന്മാർക്ക് ഒരു വധശിക്ഷയെങ്കിലും കുറഞ്ഞ വർഷം വാങ്ങിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ അവരെ അച്ഛനെന്നും പറഞ്ഞിട്ടിരിക്കുന്നത്? എനിക്കതുകൊണ്ട് ഈ അമ്മമാർക്ക് ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ എല്ലാവരും ഭയങ്കര ഫാമിലിയാണ്, എല്ലാവരും ഭയങ്കര ഹോൾഡുള്ളവരാണ്. അവർക്കും രാഷ്ട്രീയപരമായിട്ടുള്ളതുകൊണ്ട് ചിലവർക്ക് ഏതോ ഒരാൾ മജിസ്ട്രേറ്റാണെന്ന് പറയുന്നു കേട്ടോ, ഇവൻ്റെ ഈ ഇതിൽപ്പെട്ട ഏതോ ഒരു അച്ഛനോ അമ്മയോ.
ഇതിൽ ഈ ക്രിമിനലിൻ്റെ ഒരാൾ. എനിക്കതൊന്നും ഒരു വിഷയമില്ല. എത്ര കൊമ്പന്മാരായിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു വിഷയമില്ല. ഇനിയിപ്പോൾ അവൻ മറ്റേ ഏറ്റവും ഇന്ത്യയുടെ ഏറ്റവും വലിയ ജോലി വലിയ തലപ്പത്തിരിക്കുന്ന ഒരു ജോലിയുള്ളവൻ്റെ മകനാണെങ്കിലും എനിക്കതൊരു വിഷയമല്ല. ഞാൻ ഇതിൽ പോരാട്ട് ഇത് എത്ര വലിയവനാണെങ്കിലും വലിയവൻ്റെ മകനാണെങ്കിലും നിയമത്തിൻ്റെ മുമ്പ് തന്നെ കൊണ്ടുവന്നിട്ട് അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കും. ഏതൊക്കെ രീതിയിൽ എന്നെ തളർത്താൻ നോക്കിയാലും ഞാൻ തളരില്ല. കാരണം തളരില്ല എന്ന് പറയാൻ കാര്യം തളരുന്ന സമയത്ത് അല്ലെങ്കിൽ തളർച്ച തോന്നുമ്പോഴേ ഞാൻ ആലോചിക്കുന്നത് അവൻ്റെ നിലവിളിയാണ്. ആ സമയത്ത് ഞാൻ കേൾക്കുന്നത് അവൻ്റെ നിലവിളിയാണ്. ആ നിലവിളി കേൾക്കുമ്പോൾ ആണ് എനിക്ക് ഇവൻ്റെയൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് എനിക്ക് ഊർജ്ജം കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുമ്പോൾ അപ്പം ഞാനങ്ങനെ വെറുതെ നിന്ന് കഴിഞ്ഞാൽ ഒരച്ഛൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് മാത്രമല്ല, എങ്ങനെ വിടാൻ പറ്റും? ഞാനൊരു ഈർക്കിൽ കൊണ്ടുപോലും നോവിച്ചിട്ടില്ലാത്ത എൻ്റെ മോനാ. അപ്പോൾ ഇത്ര ക്രൂരമായിട്ട് അവനെ ചെയ്തിട്ട് അങ്ങനെ വിലസി വിടാൻ ഞാൻ എങ്ങനെ വിടും?